കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഡോ ജോൺസ് 0.26% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ S&P 0.19%, നാസ്ഡാക്ക് 0.54% ഇടിഞ്ഞു. ബുധനാഴ്ച പുറത്തുവന്ന ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആയതാണെങ്കിലും ഇയർ ഓൺ ഇയറിലും മന്ത് ടു മന്ത് ഇൻഫ്ലേഷൻ ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യാഴാഴ്ച വരാൻ പോകുന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ കൂടി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മാർച്ച് 19 നടക്കുന്ന ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിസിഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട തീരുമാനം ഫെഡ് നടപ്പിലാക്കുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച വരുന്ന വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ, റീറ്റെയിൽ സെയിൽസ് ഡേറ്റ, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ എന്നിവ വളരെ പ്രധാനപ്പെട്ട ഡേറ്റയാണ്. ഈ ഡേറ്റകൾ വരാനുള്ളതുകൊണ്ടാകാം മാർക്കറ്റിൽ ഒരു മിക്സഡ് പെർഫോമൻസ് കാണാൻ സാധിച്ചത്. അതേസമയം മാർക്കറ്റിന് അനുകൂലമായി പുറത്തു വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജൂൺ മാസത്തോടുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കും എന്നൊരു അപ്ഡേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന് യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ അപ്രൂവൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇൻഫ്ലേഷൻ 2% താഴെ എന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന് സാധിച്ചിട്ടില്ല എങ്കിലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സ്ലോ ഡൗൺ ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെ സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് RVNL. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ RVNL 8.6% ഇടിഞ്ഞ് 222 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 345 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്കിൽ ആരംഭിച്ച പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിനെ 222 അടുത്തെത്തിച്ചു. RVNL ഉൾപ്പെടെയുള്ള സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 12% വരെ ഇടിഞ്ഞു. MDNL, ഹഡ്കോ തുടങ്ങിയ സ്റ്റോക്കുകൾ 12% ഇടിയുകയും റെയിൽടെൽ, ഇർക്കോൺ ഇൻ്റർനാഷണൽ, IRFC, നാഷണൽ അലൂമിനിയം, SJVN, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, RVNL, NHPC തുടങ്ങിയ സ്റ്റോക്കുകൾ 8 മുതൽ 10% ഇടിയുകയും ചെയ്തു. ഓവർ സ്ട്രെച്ച് PSU സെക്ടറിലെ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ഓവർ സ്ട്രെച്ച്ഡ് വാല്യൂഷൻ്റെ കൺസേൺ സെബി പുറത്തുവിട്ടതിന് ശേഷമാണ് PSU സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഹെവി സെല്ലിംഗ് വന്നത്. ഇതുകൂടാതെ പ്രമുഖ മ്യൂച്വൽ ഫണ്ടുകളായ ICICI Prudential ഉൾപ്പെടെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്കുള്ള ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിവെച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ PSU സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കും. RVNLുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ഒരു അപ്ഡേറ്റാണ്. മധ്യപ്രദേശ് പവർ ട്രാൻസ്മിഷൻ കമ്പനിയിൽ നിന്നും RVNLന് 106 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നൊരു അപ്ഡേറ്റ്. ഇലക്ട്രിക് ലൈൻസിൻ്റെ സപ്ലൈ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് മധ്യപ്രദേശ് പശ്ചിം ക്ഷേത്ര വിദ്യുത് വിതരൺ കമ്പനിയിൽ നിന്നും RVNL എന്ന കമ്പനിക്ക് 106 കോടി രൂപയുടെ കോൺട്രാക്റ്റ് ലഭിച്ചിരിക്കുന്നത്. 11 kV ബേ, 11 kVയുടെ ബൈഫ്യൂരിഫിക്കേഷൻ, ഇൻ്റർ കണക്ഷൻ കൂടാതെ EPC പ്രോജക്റ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റാണ് RVNL എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ RVNL എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. കഴിഞ്ഞ 4 ദിവസമായി RVNL എന്ന കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. പ്രോഫിറ്റ് 382 കോടിയിൽ നിന്നും 358 കോടിയിലേക്ക് ഇടിയുകയും സെയിൽസ് 5012 കോടിയിൽ നിന്നും 6.4% ഇടിഞ്ഞ് 4689 അടുത്തേക്ക് എത്തുകയും ചെയ്തു. RVNLനെ സംബന്ധിച്ചിടത്തോളം 220 ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. 220 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും ലോവർ ലോ, ലോവർ ഹൈ എന്ന ലെവലിലേക്ക് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 275 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ടാറ്റ മോട്ടോഴ്സും 4.2% ഇടിഞ്ഞ് 973 അടുത്ത് ക്ലോസിംഗ് നൽകി. 1065 എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ് ഇടിഞ്ഞ് 972 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ടാറ്റ മോട്ടോഴ്സ് തമിഴ്നാട്ടിൽ 9000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിക്കുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. വിയറ്റ്നാമീസ് ഇലക്ട്രിക് വെഹിക്കിൾ മേക്കർ കമ്പനിയായ വിൻഫാസ്റ്റും ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഇലക്ട്രിക് കാർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഈ ഫെസിലിറ്റി ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 5000 ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയും 9000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി തമിഴ്നാട്ടിൽ ഒരു ടാറ്റ മോട്ടോഴ്സ് കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സ്റ്റോക്ക് 1016 സ്റ്റോക്ക് 1050 രൂപ എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും 972 ട്രേഡ് ചെയ്യുന്നു.
600 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 മാസമായി സ്റ്റോക്ക് ഓൺ സൈഡഡ് റാലിയാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നും സ്റ്റോക്ക് ഏതെങ്കിലും ഒരു റേഞ്ചിൽ എത്തി സപ്പോർട്ട് നേടി പിന്നീട് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇന്ത്യൻ ഹ്യൂം പൈപ്പ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. തെലങ്കാന ഗവൺമെൻറ്റിൻ്റെ അമൃത് വാട്ടർ സപ്ലൈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഹ്യൂം പൈപ്പ് എന്ന കമ്പനിക്ക് 1137 കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്